അസ്സലാമലൈക്കും അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് പിസ്സയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അധികം മെനക്കേടൊന്നും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പിസ്സയുടെ റെസിപ്പി. പിസ്സ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഡോ ഒക്കെ ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ വീട്ടിൽ സ്ഥിരം ഉണ്ടാവുന്ന കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു പ്ലേറ്റിലോട്ട് 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ ആ ഒരു സൈഡുകളൊന്നും കളയാതെ അങ്ങനെ തന്നെ എടുത്തതാണ്. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു 1/2 കപ്പോളം റവ എടുത്തിട്ടുണ്ട്. നമ്മുടെ തരി ഉണ്ടല്ലോ അതൊരു 1/2 കപ്പോളം ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സാധാരണ പശുമ്പാലാണ്. അതൊരു 1/4 കപ്പോളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൂടി ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിലോട്ട് നമ്മൾ കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡ്രൈ ആയിട്ടൊക്കെ തോന്നും. പക്ഷേങ്കിൽ ആ ഒരു പാലിൽ ബ്രെഡ് പെട്ടെന്ന് അങ്ങ് കുതിർന്ന് കിട്ടിക്കോളുമല്ലോ. അപ്പോൾ കൈ വെച്ചിട്ട് നല്ലോണം ഇതൊന്ന് കുഴച്ചെടുത്താൽ മതി. ആ ഒരു ബ്രെഡിൻ്റെ സൈഡുകൾ കൈവച്ചിട്ട് തന്നെ നല്ലോണം പ്രസ് ചെയ്തിട്ട് മിക്സാക്കി എടുത്താൽ എല്ലാം കൂടി ഒരുപോലെ മിക്സായി കിട്ടിക്കോളും. എന്നിട്ട് ഇതൊരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതൊന്ന് പൊരിച്ചെടുക്കണം. അതിനായിട്ട് ബോൺലെസ് ചിക്കൻ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഉപ്പും മല്ലിപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും കാശ്മീരി ചില്ലിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് സോയാ സോസ് ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓയിൽ ഒരുപാട് ഫ്രൈ ആക്കുന്നില്ല, നമ്മൾ ശാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ചൂടായ പാനിലോട്ട് ഒരിത്തിരി ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിട്ട് കൊടുത്തിട്ട് ശാലോ ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഒക്കെ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ അച്ചൂസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ഒരുപാടങ്ങ് ഫ്രൈ ആക്കി ഡ്രൈ ആക്കിയൊന്നും എടുക്കണ്ട. ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് ഇത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക. എന്നിട്ട് ആ ഒരു സെയിം പാനിലോട്ട് എക്സ്ട്രാ ഓയിലൊന്നും ഒഴിക്കണ്ട. ആ ഒരു ഇത്തിരിയുള്ള ഒരു ഓയിൽ അവിടെ ബ്രഷ് ചെയ്ത പോലെ ഉണ്ടല്ലോ, അത്രയും മതിയാകും. അതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡിൻ്റെ മാവ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കൈകൊണ്ട് തന്നെ എല്ലായിടത്തും ആ ഒരു പാനിൻ്റെ മുഴുവൻ സ്ഥലത്തും ആവുന്ന തരത്തിൽ ഒന്നങ്ങ് പരത്തി കൊടുക്കുന്നുണ്ട്. എല്ലായിടവും ഒരേപോലെ തന്നെ ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വെരി ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റോളം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. കുക്ക് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. കാരണം ബ്രെഡാണല്ലോ, പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ നമ്മൾ എക്സ്ട്രാ ഓയിലൊന്നും ആ ഒരു സമയത്ത് ചേർക്കുന്നുമില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തതിന് ശേഷം 5 മിനിറ്റിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിടുന്ന സമയത്ത് പാനിൽ ഒരിത്തിരി ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ടൂത്ത് പിക്കോ ഫോർക്കോ വെച്ചിട്ട് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുക എല്ലായിടത്തും. എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കാൻ. എനിക്കത് വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലേ നമുക്ക് കറക്റ്റ് ആ ഒരു ഡോയിൽ നമ്മുടെ ചീസും ഈ ഒരു കെച്ചപ്പൊക്കെ പിടിച്ച് കിട്ടുള്ളൂ. എന്നിട്ട് അതിന് മുകളിൽ കെച്ചപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും. എന്നിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. വെജിറ്റബിൾസൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏതാണെങ്കിലും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ക്യൂബ് ഷേപ്പിൽ കുറച്ച് സവാളയും തക്കാളിയും പിന്നെ നമ്മുടെ ബജ്ജി മുളകുണ്ടല്ലോ അതൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. ബ്ലാക്ക് ഓലീവ്സ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കുക. പിന്നെ ഇനി അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ പൊരിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ്റെ പീസസ് അതിട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെയൊക്കെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആ ഒരു ചിക്കൻ്റെ എല്ലാ അളവ് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യുക. ഇനി ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ മൊസറല്ല ചീസ് വെച്ച് കൊടുക്കുക. ചീസ് വെച്ച് കൊടുക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ വെച്ച് കൊടുക്കുക. പിസ്സയിലൊക്കെ ചീസാണല്ലോ കൂടുതലുണ്ടാവുക, അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് കൂടുതൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഏറ്റവും മുകളിലായിട്ട് കുറച്ച് ഒറിഗാനോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒറിഗാനോ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതുകൂടി ഇട്ട് കൊടുത്താലായിരിക്കും കറക്റ്റ് ആ ഒരു പിസ്സയുടെ ടേസ്റ്റ് കിട്ടുക നമുക്കിതിന്. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 6-7 മിനിറ്റോളം വെരി ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. ആ ഒരു സമയത്തേക്ക് തന്നെ നമ്മുടെ ചീസൊക്കെ മെൽട്ടായിട്ട് കറക്റ്റ് പിസ്സ പോലെ തന്നെ ആയിട്ട് കിട്ടിക്കോളും. എന്നിട്ട് ഇത് പിസ്സയുടെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് കുട്ടികളൊക്കെ പെട്ടെന്നൊരു പിസ്സയൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹം പറയുന്ന സമയത്ത് നമുക്ക് തട്ടിക്കൂട്ടായിട്ട് മെനക്കേടില്ലാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പിസ്സയുടെ റെസിപ്പിയാണിത്. നമ്മളെ വീട്ടിൽ സ്ഥിരം ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു പിസ്സ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് മറക്കാതെ കമൻറ്റ്സ് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ
പുതിയ വീഡിയോസ് പെട്ടെന്ന് കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓളെന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.